ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാൻഡറാൻ എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. അവന്റെ ബോൾസിന് ചുറ്റും എന്റെ സ്പിരിച്വൽ എനർജി വെച്ച് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഗോൾഡൻ കളറിലുള്ള ഒരു ബോൾ പോലെ ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്ക്. ഒരു പക്ഷേ വല്ല കാക്കയും പൂച്ചയും എടുത്തോണ്ട് പോയി കാണുമോ? ആ തിളങ്ങുന്ന ബോൾസിനകത്ത് ഒരുപാടധികം പവേഴ്സ് ഉണ്ട്. പ്രേതഭൂത പിശാചുക്കൾക്കൊക്കെ അത് ഒരുപാടധികം ഇഷ്ടപ്പെടും. അതിലെ പവേഴ്സ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് പുനർജനിക്കാൻ സാധിക്കും. ഓ, കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഒരു പക്ഷേ അത് വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണുമോ? അതിനെപ്പറ്റി ഞാൻ എന്തിനാടി ടെൻഷൻ അടിക്കുന്നേ എന്ന് പറഞ്ഞ ആ പൂച്ച അവിടെ തന്നെ കിടക്കുന്നു. ഓ, ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറഞ്ഞ അവർ അവളെ ചവിട്ടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവന്റെ ബോൾസ് അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് അവർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. ഹേയ് ഓക്കറോൺ, ഇപ്പോഴും നിന്റെ അകത്ത് ആ ടെർബോ ഗ്രാനിയുടെ പവേഴ്സ് ഉണ്ട്. വെറുതെ കിട്ടിയതാണെന്ന് വിചാരിച്ച് വെറുതെ ഉപയോഗിക്കരുത്. അത് വളരെയധികം ഡേഞ്ചർ ആണ് എന്ന് അവളുടെ മുത്തശ്ശി അവനോട് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിലോട്ട് വരുന്ന സമയത്താണ് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേർ ആയാസയെ പറ്റി അവനോട് ചോദിക്കുന്നത്. ആയാസയെ കാണാൻ വളരെയധികം ക്യൂട്ടാണല്ലേ, എനിക്ക് അവളെ ഒന്ന് പരിചയപ്പെടുത്തിത്താടാ. അപ്പോഴാണ് ഓക്കറോൺ അവളെ അങ്ങനെ ഒരു കണ്ണിലൂടെ കാണുന്നത്. ഇതുവരെ അവളെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടതുകൊണ്ട് അവളുടെ ക്യൂട്ട്നെസ് ഒന്നും ആസ്വദിക്കാൻ ഇവനെ കൊണ്ട് സാധിച്ചില്ല. ഇവൻ പറയുന്നത് പോലെ അവൾ അത്രയധികം ക്യൂട്ടാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല മിസ് ആയാസയെ പറ്റി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അവളെ കണ്ടാൽ തന്നെ അറിയാം അവൾ അങ്ങനെയാണെന്ന് എന്നാ പയ്യൻ അവനോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഓക്കറോൺ, അയാസയെ പറ്റി നിന്നോട് ആരാ അങ്ങനെ പറഞ്ഞേ? ആരായ നിനക്കെന്താ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇല്ല, അയാസ അങ്ങനെ ഒരു പെണ്ണല്ല. ഇനി അവളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ കൊന്ന് കളയും ഞാൻ എന്ന് പറഞ്ഞ് രൂപം മാറുവാണ് ഓക്കറോൺ. ഇല്ല, എന്നെ വിട്, ഐ ആം സോറി, എന്നെ വിട്. സോ ഓക്കറോന്റെ രൂപം മാറിയത് ആ പയ്യന് മാത്രമേ കാണാനുള്ളൂ. അങ്ങനെയൊന്നും മിണ്ടാതെ ഓക്കറോൺ അവന്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ എന്തീ ചെയ്തേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്താണ് അവന്റെ ബാഗിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. സോ പൂച്ചയുടെ രൂപത്തിലുള്ള ടെർബോ ഗ്രാനി ആയിരുന്നു അത്. അവനെ കൊല്ലേണ്ടതല്ലേ, നീ എന്തിനാ അവനെ വെറുതെ വിട്ടെ? ഇത് കണ്ടതും ബാഗും കൊണ്ട് അവൻ പുറത്തോട്ട് ഓടുവാണ്. അവസാനമായിട്ട് ഞാൻ സ്കൂളിലോട്ട് വന്നത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപാ. ഹേയ് കിളവി, നീ എന്താ ഇതിനകത്ത്? നിന്നെ അയാസയുടെ വീട്ടിലല്ലേ പൂട്ടിയിട്ടെ? ഞാനൊരു സ്വതന്ത്രയായിട്ടുള്ള പറവയാണ്. എന്നെ ഒരിക്കലും കൂട്ടിൽ പൂട്ടിയിടാൻ സാധിക്കില്ല. എന്തു പറ്റി? നിനക്ക് ഒരുപാട് കഷ്ടമായിട്ട് തോന്നുന്നല്ലേ? നീ അങ്ങനെ തന്നെ അനങ്ങാതിരിക്കുക. വേദനയില്ലാതെ നിന്നെ കടിച്ചു കീറി നിന്റെ ഉള്ളിൽ ആ പവേഴ്സ് ഞാൻ അങ്ങ് എടുക്കട്ടെ. അപ്പൊ നിനക്ക് ഒരുപാടധികം സമാധാനാവും. എനിക്ക് എന്റെ ബോൾസ് കിട്ടുന്ന അന്നേ നിനക്ക് നിന്റെ ശക്തി തിരിച്ചു കിട്ടൂ, മനസ്സിലായില്ലേ? എന്നവൻ അവനോട് പറയുന്ന സമയത്താണ് അയാസ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടത് ഓക്കറോൺ ആ പൂച്ചയെ ആ ബാഗിനകത്താക്കുന്നു. നീ എന്താടാ ഇവിടെ ചെയ്യുന്നേ? മിസ് അയാസെ, അത് പിന്നെ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് താഴോട്ട് വീഴുന്നു. സോ അയാസയെ കണ്ടപ്പോ ആ പയ്യൻ ക്യൂട്ടാണെന്ന് പറഞ്ഞതാണ് അവന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത്. നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാ. ഡേ, നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയാത്തെ? ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് മര്യാദക്ക് പറഞ്ഞിട്ട് പോടാ എന്ന് പറഞ്ഞ അയാസ പുറകെ ഓടുന്നു. ആ, നിങ്ങൾ ഇവിടെ കിടന്ന് അടികൂട്, അപ്പോഴേക്ക് ഞാൻ ഈ സ്കൂളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ ടെർബോ ഗ്രാനിയും അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അണ്ടിപോയ അണ്ണാന്റെ പോലെ ഇരിക്കുന്ന അയാസേനെയാണ്. ഹേയ്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ആ ഓക്കറൂൺ, അവൻ എന്നെ അവോയ്ഡ് ചെയ്യുവാണ്. അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, പക്ഷെ എന്നാലും അവനൊരു നല്ല പയ്യനല്ലേ? ഇന്ന് രാവിലെ നിന്നെ മോശമായിട്ട് പറഞ്ഞൊരു പയ്യനെ അവൻ അടിച്ചെന്നൊക്കെ ഞാൻ കേട്ടു. ഓ, അങ്ങനെയാണെങ്കിലും പിന്നെ എന്തിനാ അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഓക്കറോണുമായി സംസാരിച്ച ആ പെൺകുട്ടിയെ നമ്മൾ കാണുന്നത്. അവൾ വളരെ സുന്ദരി ആയതുകൊണ്ടും ക്യൂട്ട് ആയതുകൊണ്ടും ആളുകളൊക്കെ അവളെ തന്നെ ശ്രദ്ധിക്കുന്നു. എന്നാൽ അതിന്റെയൊക്കെ ഒരു ചെറിയ അഹങ്കാരം അവളുടെ ഉള്ളിലും ഉണ്ട്. എന്റെ ഈ സൗന്ദര്യം കണ്ട് മറ്റുള്ളവർക്കൊക്കെ അസൂയാണ്. ഇത്രയധികം സൗന്ദര്യത്തോടെ പിറന്നത് എന്റെ തെറ്റാണോ? ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്താൽ അത് നമുക്ക് ക്ഷമിക്കാം, വേണമെങ്കിൽ മറക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, അതിനോട് പ്രതികാരം ചെയ്തിരിക്കും. പക്ഷെ ശരിക്കും ഞാൻ കണ്ടത് എന്താണെന്ന് പറഞ്ഞാ ഈ സ്കൂളിലുള്ള ആരും എന്നെ വിശ്വസിക്കില്ല. അപ്പോഴാണ് ഓക്കറോണും അയാസയും അവളുടെ മുമ്പിലൂടെ പോകുന്നത്. സോ അന്ന് അയാസ അതുവഴി പോയ സമയത്ത് അവളുടെ സൈക്കിക് പവർ എന്താണെന്ന് ഇവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹേയ് മോമോ അയാസെ, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നീ വളരെ വിചിത്രമായിട്ടുള്ള ഒരാളാണ്. അന്നത്തെ ആ ദിവസത്തിന് ശേഷം എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കാണാനുണ്ട്. ഇതിനെല്ലാം കാരണം ഈ ബോൾ ആണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൾ ഒരു ബോൾ എടുത്ത് നോക്കുന്നു. സോ ടെർബോ ഗ്രാനിയുടെ കയ്യിൽ നിന്നും അന്ന് മിസ്സായ ഓക്കറോണ്ട് ആ ബോൾസ് ഇവളുടെ തലയിലായിരുന്നു വന്ന് വീണിട്ടുണ്ടായിരുന്നത്. മാർബിൾ പോലെയുള്ള അതെടുത്ത് നോക്കുന്ന സമയത്ത് ട്രെയിനിന് മുകളിൽ എന്തോ ഉള്ളതായിട്ട് അവൾ കാണുന്നു. അത് കണ്ട് പേടിച്ച് അവൾ താഴെ ഇട്ടതും എല്ലാം പഴയതുപോലെ ആകുന്നു.
ഇതിനെല്ലാം കാരണം ഈ ബാളാണ് എന്ന് പറഞ്ഞ് അവൾ എടുത്തു നോക്കുന്ന സമയത്ത് ടെർബോ ഗ്രാനി ഇല്ലാതായ സമയത്തുണ്ടായ ആ വെളിച്ചം അവളും കാണുന്നു. അതെല്ലാം അവൾ ആലോചിക്കുന്ന സമയത്താണ് ഐറ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. നീ ചോദിച്ചതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു ക്രോസും സ്പിരിറ്റിനെ ഇല്ലാതാക്കുന്ന എന്തോ ബുക്കൊക്കെ അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹേയ്, എന്ത് സ്മെല്ലാ ഇത്? ഒരു ക്രോസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതെന്താ? ഓ, ഇതെന്നെ കിട്ടിയത് ഭാഗ്യം എന്നവർ പറയുന്ന സമയത്താണ് അവരുടെ ഗ്രൗണ്ടിനകത്ത് എന്തൊരു രൂപം നിൽക്കുന്ന അവൾ കാണുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് അത് കാണാനുമില്ല. ഇതെല്ലാം അയാസയുടെ പണിയായിരിക്കും എന്ന് പറഞ്ഞ് അവൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് രണ്ടുപേർ അങ്ങോട്ട് വരുന്നു. ഹേ ഐറ, നീ എന്താ താഴെ ഇരിക്കുന്നേ? അതൊന്നുമില്ല, ഞാൻ വെറുതെ കാല് കടഞ്ഞപ്പോ അവിടെ ഇരുന്നു എന്നുള്ളൂ. സോ അവരൊന്നും അറിയരുതെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സിനെ അവൾ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അവളെ നോക്കിക്കൊണ്ട് ടെർബോ ഗ്രാനി അത് അവിടെ നിൽക്കുന്നു. സോ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ട കാര്യം ടെർബോ ഗ്രാനി അവരോട് രണ്ടുപേരോടും ചെന്ന് പറയുന്നു. വെറുതെ ബാഗിനകത്ത് കിടന്ന് ബോറടിച്ചപ്പോ ഈ സ്കൂൾ മൊത്തം ഞാൻ ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അതിന്റെ കൂടെ ഇവന്റെ ബോൾസും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടത്. ഓ, നീ പറയുന്നത് രാവിലെ തന്നെ ബാഗും തോളിലിട്ട് കയ്യും കാലും മുളച്ച ആ ബോൾ സ്കൂളിലോട്ട് പഠിക്കാൻ വന്നെന്നാണോ? നമ്മൾ ഒരുപാട് തെരഞ്ഞിട്ടും അത് കണ്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു അതേതെങ്കിലും മനുഷ്യന്റെ കയ്യിലോ വല്ല ആത്മാവിന്റെ കയ്യിലോ ആയിരിക്കുമെന്ന്. തിളങ്ങുന്നതെല്ലാം സ്വർണ്ണമാണെന്ന് വിചാരിച്ച് അത് മനുഷ്യരെടുക്കും. പക്ഷെ എടുത്തതല്ല ഇവിടെ പ്രശ്നം. അത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ സ്പിരിച്വൽ പവർ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. അത് ഉപയോഗിച്ച് മറ്റ് സ്പിരിറ്റുകളെ അവരെ കൊണ്ട് കാണാൻ സാധിക്കും. അവർക്ക് സ്പിരിറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്പിരിറ്റിന് അവരെയും കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. അത് കാരണം അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നീ ഇപ്പോഴാണോ പറയുന്നേ കള്ളക്കളവി? അതെടുത്തത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. പേരൊന്നും എനിക്കറിയില്ല. ഞാൻ അവളെ പിന്നെ കാണിച്ചു തരാം. മോമോ അയാസേ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ വലിയൊരാളാണെന്നാണോ നിന്റെ വിചാരം? എന്റെ കയ്യിലെ ക്രോസും ആ ബുക്കും ഉപയോഗിച്ച് ഞാൻ നിന്നെ ഇല്ലാതാക്കും. പിന്നെ ഗ്രൗണ്ടിൽ കണ്ട ആ ലേഡി അതാരായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ഐറ ഗ്രൗണ്ടിലോട്ട് നോക്കുന്നു. സോ അവളെ തന്നെ നോക്കി ഒരു റെഡ് കളർ ഡ്രസ് ഇട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് അവസാനിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അവൾ അയാസയെ കാണാൻ വേണ്ടി പോകുന്നു. മോമോ അയാസേ, എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. എന്തിന്? ഇല്ല, അതിനൊന്നും എനിക്ക് സമയമില്ല. അയാസേ പ്ലീസ്, എനിക്ക് സംസാരിക്കണം, ഒന്ന് വരുവോ? തലയിലോട്ട് പാത്രം വീണപ്പോ ഇവൾക്ക് ഭ്രാന്തായോ? ഒരേ കാര്യം രണ്ടു തരത്തിൽ ചോദിക്കുന്നു. ശരി ഓക്കറൂൺ, നമുക്ക് പിന്നെ കാണാം, ഞാൻ അതെന്താണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ കൂടെ പോകുന്നു. അപ്പോഴാണ് ബാഗിനകത്ത് കിടക്കുന്ന ടെർബോ ഗ്രാനി ഞാൻ അവളെ പറ്റിയ പറഞ്ഞതെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ഫാക്ടറിയിലോട്ട് അയാസയെ കൊണ്ടുവരുന്ന ഐറേനെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ സ്ഥലം കണ്ടപ്പോ തന്നെ അവൾക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. പെട്ടെന്നാണ് ഐറയുടെ രണ്ട് ഫ്രണ്ട്സ് വന്ന് അയാസയെ പിടിച്ച് താഴെയിടുന്നത്. ഒരു ടൈ ഉപയോഗിച്ച് അവളുടെ കൈ അങ്ങ് കെട്ടുന്നു. ഹേയ് പിശാചേ, ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞ ആ ക്രോസ് എടുത്ത് അവൾ അവളുടെ തലയിൽ വെക്കുന്നു. സോ അവളുടെ ശരീരത്തിൽ എന്തോ പ്രേതബാധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ ഒഴിപ്പിക്കാൻ നിൽക്കുവാണ് ഐറ. പെട്ടെന്ന് തന്നെ അയാസ തന്റെ സൈക്കിക് പവർ യൂസ് ചെയ്ത് അവളുടെ രണ്ട് ഫ്രണ്ട്സിനെ അടിച്ച് താഴെയിടുന്നു. എന്തുപറ്റി? എന്റെ ഈ മന്ത്രവാദം വർക്ക് ആവുന്നില്ലേ? ശരി, കുഴപ്പമില്ല. ദൈവം എനിക്ക് വരമായി തന്ന ഈ ഗോൾഡൻ ബോൾ ഞാൻ യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് അത് അവളുടെ തലയിൽ വെക്കുന്നു. ഡേയ്, അപ്പൊ അവന്റെ ബോൾസ് നിന്റെ കയ്യിലാണോ? എന്ത് ബോളോ? ഇതെനിക്ക് ദൈവം വരമായി തന്നതാ. അപ്പോഴാണ് അയാസെ എന്ന് വിളിച്ചുകൊണ്ട് ഓക്കറൂൺ അങ്ങോട്ട് വരുന്നത്. ഹേയ് ഓക്കറൂൺ, നിന്റെ ബോൾസ് ഇവളുടെ കയ്യിലാ. അയാസെ, ആ കള്ളക്കളവി നമ്മളിൽ നിന്ന് സത്യം മറച്ചു വെച്ചു. ഗ്രൗണ്ടിൽ അവൾ കണ്ടാ ലേഡി അവളെ കൊല്ലാൻ പോവാ എന്ന് വിളിച്ചു പറയാണ് ഓക്കറൂൺ. പെട്ടെന്നാണ് ആ ലേഡി അങ്ങോട്ട് വരുന്നത്. ഇനി ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചു ഐറ. പെട്ടെന്ന് തന്നെ അവളെ കൊണ്ട് ആ പ്രേതം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ടെർബോ ഗ്രാനിയുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഓക്കറൂൺ അങ്ങോട്ട് വരുന്നത്. ആ ഗോസ്റ്റിന്റെ കയ്യിൽ നിന്നും ഐറയെ രക്ഷിക്കാൻ ഓക്കറൂൺ ശ്രമിക്കുന്നു. അപ്പോഴാണ് രൂപം മാറിയ ഓക്കറൂണെ ഐറ കാണുന്നത്. മര്യാദയ്ക്ക് അവളെ വിട്ടേക്ക് എന്ന് പറഞ്ഞ ഓക്കറൂൺ ഓടുന്ന സമയത്ത് ആ ഗോസ്റ്റ് അവനെ പിടിക്കുന്നു. അവനെ പിടിച്ച് വിഴുങ്ങാൻ ശ്രമിക്കുന്നത് കണ്ട് അയാസ തന്റെ സൈക്കിക് പവർ യൂസ് ചെയ്യുന്നു. അവളുടെ കൈ കെട്ടിയിട്ടത് കൊണ്ട് നല്ല രീതിയിൽ അവളുടെ പവർ യൂസ് ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. അവളെ അടിച്ചിട്ട് ഗോസ്റ്റ് ഓക്കറൂൺ അങ്ങ് വിഴുങ്ങുന്നു. അങ്ങനെ നിന്നെ എന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ടാ ഞാൻ കാത്തിരുന്നത്. എനിക്ക് നിന്നെ ഒരുപാട് അധികം ഇഷ്ടമാണ്. അന്ന് നീ എന്നെ അമ്മ എന്ന് വിളിച്ചില്ലേ? അത് കേട്ടപ്പോ എനിക്ക് ഒരുപാടധികം സന്തോഷമായി. ഒരു പ്രാവശ്യം കൂടി നീ എന്നെ അങ്ങനെ വിളിക്കോ? അത് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. ഹേയ്, നിനക്കെന്താ പ്രാന്താണോ? അവളെ വെറുതെ വിടടി. വന്ന് വന്ന് മനുഷ്യരെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയോ നിങ്ങൾ? ഹേയ് മോമോ, നിന്റെ ആളല്ലേ ഇത്? ഇതിന്റെ കയ്യിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്ക്. നീ കാരണ ഞാൻ ഇപ്പൊ ഇവിടെ പെട്ടുപോയത്. അപ്പോഴാണ് അവിടെ കടന്നിരുന്ന ടെർബോ ഗ്രാനി എഴുന്നേറ്റ് വരുന്നത്. അയാസയുടെ ഫ്രണ്ടിന്റെ ഫോൺ ഇപ്പൊ ടെർബോ ഗ്രാനിയുടെ കയ്യിലാണ് ഉള്ളത്.
ഓ, ഈ സിൽക്കി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ. ഇവൾ റെഡ് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ആക്രോബോട്ടിക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നിനക്ക് ഇത് ആരാണെന്ന് അറിയാവല്ലേ എന്ന് അയാസ് അവരോട് ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ല. ഉള്ളതിലും വെച്ച് ഏറ്റവും വലിയ ഗോസ്റ്റ് ഞാനാണ്. പിന്നെ ഞാൻ എന്തിന് ഇതൊക്കെ അറിഞ്ഞിരിക്കണം? ദൈവം തിരഞ്ഞെടുത്ത ഒരു പെണ്ണാണ് ഞാൻ. നിന്നെപ്പോലെ വൃത്തികെട്ടൊരു ജീവിയുടെ കയ്യിൽ എനിക്ക് ഇരിക്കണ്ട. എന്നെ വിട്. ഹേയ് ഐറ മോളെ, എന്നെ കണ്ട് നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട ജീവിയുടെ കയ്യിൽ എനിക്ക് ഇരിക്കണ്ട, നിന്നെ ഞാൻ കൊന്നു കളയൂന്ന്. ഇത് കേട്ട് ടെൻഷനായ സിൽക്ക് അവളെയോ അങ്ങ് വിഴുങ്ങുന്നു. ഇതിനെല്ലാം കാരണം നീയാ. നീ കാരണമാണ് അവൾ എന്നെ വൃത്തികെട്ട ജീവി എന്ന് വിളിച്ചത്. നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലടി എന്ന് പറഞ്ഞ് സിൽക്ക് തന്റെ മുടി ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം ടർബോ ഗ്രാനിയോട് അവളുടെ കയ്യിലെ കെട്ടയക്കാൻ അവൾ പറയുന്നു. എന്റെ കയ്യിലെ പവേഴ്സ് ഒക്കെ തട്ടിയെടുത്തിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നോ? നോ വേ. മര്യാദയ്ക്ക് എന്നോട് സോറി പറഞ്ഞോ. നീ കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. സോറി പറയാൻ തയ്യാറാവാത്ത അയാസയെ ആ ഭിത്തിയിലൊക്കെ വെച്ച് അടിക്കുവാണ് സിൽക്ക്. എന്റെ ഈ ആക്രോബാറ്റിക് മൂവ്സ് ഒരു ചുഴലിക്കാറ്റ് പോലെയാണ്. ചുറ്റുമുള്ള എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ സാധിക്കും. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് ഒരുപാട് പാവം തോന്നുന്നു. ഞാനിപ്പോ നിനക്ക് ഒരവസരം തരാം. അയരക്ക് പകരം വളരെ സ്നേഹത്തോടെ എന്നെ അമ്മ എന്നൊന്ന് വിളിക്കുക. കുറച്ച് ശബ്ദത്തിൽ വിളിക്കുക. ഇല്ല, ഞാൻ വിളിക്കില്ലടി എന്ന് മുഖത്ത് നോക്കി പറയുവാണ് അയാസെ. ഇത് കേട്ട് അവളെയും സിൽക്ക് അങ്ങ് വിഴുങ്ങുന്നു. തന്റെ മോളെ താൻ തന്നെ വിഴുങ്ങിയത് കണ്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിൽക്ക്. മതി, വേണ്ട എന്ന് വിചാരിക്കുമ്പോ ഓവറാവുന്നു. ആരാ നീ കഴിച്ച 3 ഇപ്പൊ തന്നെ തുപ്പിയേക്ക്. എന്നാ നിന്റെ ജീവനെങ്കിലും ബാക്കിയുണ്ടാകും എന്ന് പറയുവാണ് ടർബോ ഗ്രാനി. എലിക്കുട്ടിയുടെ അത്രയും വലിപ്പമുള്ള നീ എന്നെ ആജ്ഞാപിക്കുന്നു. ഹേയ്, മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ നീ വിവരം അറിയും. നീ മോമോയെ വിഴുങ്ങിയപ്പോ നിന്റെ മുടിയും ചേർത്താണ് വിഴുങ്ങിയത്. പെട്ടെന്നാണ് അവളുടെ ശരീരം മുഴുവനായിട്ട് നിന്ന് അവൾ കത്തുന്നത്. ഐറയുടെ കയ്യിലുണ്ടായിരുന്നത് സാധാരണ ഒരു ക്രോസ് ആയിരുന്നില്ല, അതൊരു ലൈറ്റർ ആയിരുന്നു. അവളുടെ അകത്തെത്തിയ അയാസെ അതുപയോഗിച്ച് അവളുടെ മുടി അങ്ങ് കത്തിക്കുന്നു. തീ പിടിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ മോമോ നിന്റെ മുടി കത്തിച്ചേ. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ ആരാണെന്ന് എന്ന് ടർബോ ഗ്രാനി ചോദിക്കുന്ന സമയത്ത് അവരെ 3 പേരെയും അവൾ അങ്ങ് തുപ്പുന്നു. പുറത്തു വന്ന അയാസയ്ക്കും ഓക്കറൊന്നും ബോധം ഉണ്ടായിരുന്നു. ശരി, ഇപ്പൊ പുറത്തു വന്നില്ലേ, ഇനി നമ്മൾ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാം. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം അതുവരേക്കും ബൈ.